ഇവന് കളിക്കാനുള്ളൊരു ഇതുണ്ടെന്നാണ് വിജയ് സാറ് പറയണേ. വലിയ പണക്കാരുടെ മക്കളൊക്കെ കളിക്കാൻ വരുന്ന സ്ഥലമാണ്. അവൻ അവരുടെ ഇടയിൽ നിന്ന് കളിക്കുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞ് എൻ്റെ കണ്ണെറിഞ്ഞു പോയി. അവനിവിടെ എപ്പോഴും കളിക്കുന്നതല്ലേ, അവൻ ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? പിന്നെ നിങ്ങളല്ലേ മനുഷ്യ അവന് ബാറ്റെടുത്ത് കൈ കൊടുത്തേ. അവൻ പിന്നെ ഇങ്ങനെ കളിക്കാതിരിക്കും? ഞാനൊന്നും കളിച്ച കളിയിലിടത്. ഇതാണ് ശരിക്കുള്ള ക്രിക്കറ്റ് കളി. നല്ല ബാറ്റും പാഡും ഒക്കെ മേടിക്കണം. ഇവൻ അതൊക്കെ ഇട്ട് കളിക്കണ കാണാനുള്ള കൊതി കൊണ്ട് ഞാൻ നമ്മുടെ ബാബുക്കുട്ടിനടുത്ത് പറഞ്ഞവരെ ഉണ്ടാക്കിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും അവിടെ ചെല്ലാൻ പറ്റില്ല. പുതിയതൊരെണ്ണം മേടിക്കണം. പക്ഷെ അതിനൊരു 10,400 രൂപ വരും. മേടിക്കണം. ഇത് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ രമേശ് ചേട്ടാ? ഇത് വേണ്ട, അത് ശരിയാവൂല. അല്ല, ഞാനൊരു ചെട്ടി പിടിക്കാൻ നോക്കുന്നുണ്ട്. നമുക്കത് കിട്ടുമോ നോക്കാം. എനിക്ക് നിങ്ങളെ അറിയാലോ രമേശ് ചേട്ടാ, ഇനി ഇത് വാങ്ങാതെ കിടന്ന് ഉറങ്ങത്തില്ല. ചിട്ടി കിട്ടുമ്പോൾ തിരിച്ചടിപ്പിച്ചാൽ മതി. സാറ് പറയുന്നത് കേട്ട് അനുസരിച്ച് ശ്രദ്ധിച്ചു നോക്കും. Hey, here, Kevin. Transfer your whole body weight to the front foot, like this. See him. Watch Sir, it. may I? No, you're late. You're late. സാറേ, മോൻ പുതിയ കുപ്പായൊക്കെ സ്റ്റൈൽ ആയല്ല. Go, join them. Oh, okay. താങ്ക് യു സാറേ. ധൈര്യമായിരിക്കൂ. രമേശിന്റെ പേരൻസിനോട് ഇരുന്നോളൂ. ഓക്കെ, He'll be fine. ശരി സാർ. ഓക്കെ. Late birds. 1 round. Go. Sir. Order. What's your name? നിന്റെ പേരെന്താണ്? കണ്ണൻ. Where are you living? നിന്റെ വീട് എവിടെയാ? എന്റെ വീട് ബ്രഹ്മംഗലത്താ. ബ്രഹ്മമംഗലം. ഇനിയൊന്നും നോക്കണ്ട, അവൻ കളിച്ചോളും. ഈ ഗ്രൗണ്ടിൽ ഒന്ന് കളിച്ചു പഠിച്ച് പോയവരൊക്കെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. പിന്നെ വിജയ് സാറ് നല്ല ഡിസിപ്ലിൻ്റെ ആളുവാണേ. Grip on. വെളിവില്ലെങ്കിൽ നിനക്കെങ്കിലും വെളി വേണ്ട എന്റെ പെണ്ണെ. അത് ഊരി കൊടുത്ത നിനക്കിട്ട് വേണം ആദ്യം 2 എണ്ണം തരാൻ. ചെക്കന് ഭ്രാന്ത് കൂടി വീട് മുടിയും. പൊന്നവൻ പണയം വെച്ചെന്നാണോ വിറ്റെന്നാണോ പറഞ്ഞത്? വഴക്കുണ്ടാക്കല്ലേ അമ്മേ, രമേശ് ചേട്ടൻ പൈസ കിട്ടുമ്പോൾ തിരിച്ചടിപ്പിച്ച് തരും. എവിടെ നിന്ന് എടുത്ത് തരാനാ കൊച്ചേ? ഇവിടെ അടുപ്പ് എങ്ങനെയൊക്കെ അങ്ങ് പുകയുന്നേ ഉള്ളൂ. ഉള്ള ഇത്തിരി പൊന്നും വിറ്റേച്ച് ചെക്കന് കളിക്കാനുള്ള സാമാനം മേടിച്ചേക്കുന്നു. അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയാവോ? നിന്റെ സ്വർണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. നിന്നോട് ജീവിതം കേൾപ്പിക്കില്ല. വളയെന്തേം ചോദിച്ചപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പണ്ടൊക്കെ കവളം മണൽ വെട്ടിയാ കളി. ഇപ്പൊ കാശ് കൊടുത്ത് തോടം മേടിച്ചാ കളിക്കുന്നത്. കാശിന്റെ വില അറിയാൻ മേലഞ്ഞിട്ട് ഇതൊക്കെ കണ്ടല്ലേ പിള്ളേരും വളരുന്നത്. ഇനി ഇവൻ എന്നാണാവോ നന്നാവുന്നത്? എടാ രമേശ, എടാ ഇങ്ങോട്ട് വരാൻ. ഈ വീട്ടിലേക്ക് തന്നെയാണല്ലോ നീ വരുന്നത്. അച്ഛമ്മ, എനിക്ക് കോച്ചിങ്ങിന് മേടിച്ചു തന്നല്ലേ അച്ഛൻ? എന്റെ കൊച്ചേ, നിനക്ക് വല്ലതും അറിയാവോ? നിന്നേക്കാൾ നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാ നിന്റെ അച്ഛൻ. എന്നിട്ട് നടക്കുന്നത് കണ്ടോ? നിന്റെ അച്ഛനെ പല വട്ടുതരവും പറയും. നീ ഈ കളിയൊക്കെ നിർത്തി പോയിരുന്ന് പഠിക്കാൻ നോക്കെന്റെ കൊച്ചേ. കൊച്ചിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ രമേശിനെ ഈ ബാധ കരുത് എങ്ങനെയാണോ എന്റെ ദേവി. ഒരച്ഛനും അച്ഛന് പറ്റിയൊരു മോനും. ഇന്നലെ തുറന്നില്ലേ? ഇല്ല, ഇന്നലെ സിറ്റി വരെ ഒന്ന് പോയി. ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എടാ രമേശ, മോനെ ഇന്ത്യൻ ടീമിലെങ്ങാണ്ട് എടുത്തെന്ന് കേട്ടല്ല. ഇനി ലൈറ്റൊക്കെ പൂട്ടി കൊച്ചിന്റെ കൂടെ അങ്ങനെ പോവോ? അതെ, അവന്റെ കൊച്ചിന്റെ കൂടെ അല്ലേ പോയത്. തന്നെ പെണ്ണുമ്പിള്ളയുടെ കൂടെ ഒന്നും അല്ലല്ലോ തനിക്ക് ഇത്ര ദണ്ണം വരാൻ. പോലീസുകാരനാന്ന് കരുതി എന്ത് പോകൃതം പറയാന്ന് കരുതരുത്.
കളിയെന്ന് പറഞ്ഞ് ചെക്കന്റെ പഠിത്തം പോകില്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതെ, താൻ ആദ്യം തന്റെ കൊച്ചിനെ പഠിപ്പിച്ച IAS കാരനാക്ക്, എന്നിട്ട് മതി നാട്ടുകാരുടെ കൊച്ചുങ്ങളുടെ കാര്യം നോക്കാം. മനസ്സിലായോ? ആ, ഞാനൊന്നും പറയാനില്ലേ. പിന്നെ കളിച്ച് കളിച്ച് സച്ചിൻ തെണ്ടുൽക്കർ ആക്കാൻ പോണു. കുറെ പൊളുത്തു. ജോസിനെല്ലാവരും ചൊറിച്ചിരിച്ചിട്ട് കൂടുതലാണ്. നന്നായി 2 പറഞ്ഞു. അതവന് സ്ഥിരമുള്ള ചൊറിച്ചില്ല. ആ അതുകൊണ്ട് കോച്ചിങ്ങിന് പോയിട്ട് എന്തായി? ആ തുടങ്ങിയല്ലേ ഉള്ളൂ. അവിടെ എല്ലാ ദിവസവും ഉണ്ട് കോച്ചിങ്. ഓഹോ നമുക്ക് ശനി ഞായറല്ലേ പോകാൻ പറ്റൂ. എടാ, കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയട്ടോ. ഏയ് ഇല്ല സജേട്ടാ. ദേ എത്തിയില്ലോ. എടാ, എവിടെ നിന്റെ ബാറ്റും ബോളും? ബാറ്റും ബോളും വീട്ടിലുണ്ട്. വീട്ടിലാ? അവിടെ എന്താ ക്യാമ്പിൽ എന്താ പഠിപ്പിച്ചെന്നെ? ഡിഫൻസ് പഠിപ്പിച്ചു. ഡിഫൻസാ? അതെന്താ? കാണിച്ചു തരാം. 1 ആ 2 ആ 3. ആഹാ, അത് ശരി. അപ്പൊ അവിടെ ടെസ്റ്റ് കളിക്കാനാണ് പഠിപ്പിക്കുന്നത്. അവനവിടെ സാറ് ഡിഫൻസാ പഠിപ്പിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ അടിയോട് അടിയല്ലേ. പിന്നെന്താ പഠിപ്പിച്ചേ? പിന്നെ ഡ്രൈവ് പഠിപ്പിച്ചു. ഡ്രൈവാ? കാണിച്ചു തരാം. Why do you play in the back foot? It's a full-length delivery. Play in the front foot. Kanna pedikalle. Just drive, okay? Good. Daresh, what is this? ഈ കോൺഫിഡൻസ് കാണാൻ നല്ല രസമുണ്ട്. ബട്ട് വെയർ എ ഹെൽമെറ്റ് വെൻ യു ഫേസിംഗ് ദ ബോൾ. ഇടിക്കും ഞാൻ. സോറി സർ. ഇറ്റ്സ് ഫൈൻ. പോയിട്ടുണ്ട് വാ. ഏയ് ബോയ്സ്, നാളെ ഒരു ഹൗസ് മാച്ച് ഉണ്ടാവും. സോ ബി റെഡി. ഓക്കെ? വാട്ട്? സേ യെസ്. യെസ് സർ. ആ. Oh, good shot, good shot. Ball move a little deeper. പിള്ളേരൊക്കെ നന്നായിട്ട് കളിക്കണ്ടല്ലേ. ആ ഇരിക്കുന്നു ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ആള്. താൻ ഈ 1983 വേൾഡ് കപ്പ് TV കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് അതിശയമാണ്. എനിക്കന്ന് 11 വയസ്സാണ്. ഈ കപിലും ഗവാസ്കറും ഒക്കെ അന്ന് നമ്മുടെ ഹീറോസ് ആണെങ്കിലും നമുക്കൊരു ഫാസിനേഷൻ തോന്നിയിട്ടുള്ളത് വിവിയൻ റിച്ചാർഡ്സിന്റെ പുള്ളി ഒരു ചുവന്ന തൊപ്പിയൊക്കെ വെച്ച് ചോയിങ്കൊക്കെ വെച്ച് ഹെൽമെറ്റ് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ ഇമ്രാൻ ഖാനെ വാ എന്ന് പറഞ്ഞൊരു കൂസലൊന്നും ഇല്ലാതെ ഒരു സിംഹം നടന്നു വരുന്ന പോലെ പുള്ളി അനുകരിച്ച് നമ്മളൊരിക്കൽ ഹെൽമെറ്റ് ഇല്ലാതെ ഗ്രൗണ്ടിലോട്ട് പോയി. ബൗൺസ് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. ഒറ്റയടി തലയ്ക്ക് ടപ്പേന്ന് താഴെ പോയി. 1 വർഷം പാരലിറ്റിക്കായി കടന്നുപോയി. ദാറ്റ് കോസ്റ്റ് മീ മൈ കരിയർ. അതിനുശേഷം പിള്ളേർ ഹെൽമെറ്റ് ഇല്ലാതെ കളിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് പേടിയാണ്. സോ വീട്ടിൽ കളിക്കുമ്പോൾ പോലും കണ്ണൻ അവൻ്റെ ഗിയർ ഉപയോഗിച്ച് തന്നെ കളിക്കണം. ഗിയർ എന്ന് വെച്ചാൽ ക്രിക്കറ്റിംഗ് ഗിയർ, ഈ ഹെൽമെറ്റും പാഡും ഒക്കെ. ഓ ഓക്കെ ഓക്കെ ശരി ശരി.